ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ തിരിച്ച് നാട്ടിൽ നിന്ന് എത്തി. വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, ലെങ്തി വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു പായസം റെസിപ്പി ആയാലോ? തിരിച്ചെത്തിയതല്ലേ, അപ്പോൾ ആദ്യത്തെ വീഡിയോ പായസത്തിൽ തന്നെ തുടങ്ങാമല്ലേ? ലൈവൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ ലൈവിൽ വരിക. യൂഷ്വൽ ടൈം തന്നെയാണ്, ഈവനിങ് തന്നെയാണ് ലൈവ് ഉള്ളത്. അപ്പോൾ എല്ലാവരും വരിക. തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായും സന്തോഷകരമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക്. പരിപ്പ് പായസമാണ് ഇന്നുണ്ടാക്കുന്നത്. ചെറുപയർ പരിപ്പാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് നന്നായിട്ട് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഈ ഒരു കളറിൽ വറുത്തെടുക്കുക. അതിന് ശേഷം അത് തണുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് അതൊന്ന് ആവശ്യത്തിന് ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു വിസിലിൻ്റെ ആവശ്യമേ വരുള്ളൂ, ഒന്ന് അല്ലെങ്കിൽ മാക്സിമം 2 വിസിൽ. ഞാൻ കുക്കറിലല്ല, അല്ലാതെ തന്നെയാണ് വേവിച്ചത്. അന്നേരം കറക്റ്റ് പരുവത്തിൽ എടുക്കാമല്ലോ. പായസത്തിന് ഒത്തിരി അങ്ങ് വെന്ത് പോയാലും കൊള്ളില്ല. അന്നേരം ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക. ഇവിടെ ഞാൻ ശർക്കര പൊടിയാണ് ചേർത്തേക്കുന്നത്. 250 ഗ്രാമാണ് ചെറുപയർ പരിപ്പെടുത്ത്. അന്നേരം അതിൻ്റെ നേർ ഡബിളാണ് ശർക്കര എടുക്കേണ്ടത്. അപ്പം 500 ഗ്രാമോളം ഞാൻ ശർക്കര പൊടി ചേർത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഉരുക്കിയെടുത്താണ്. ഉരുക്കി ഞാനൊന്ന് അരിച്ചെടുത്ത് കേട്ടോ. കല്ലും പൊടിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഞാൻ ഒന്ന് അരിച്ചാണ് എടുത്തത്. അത് ശർക്കര പാനിയിലോട്ട് ഞാൻ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടത് വരണ്ട് വരണം. ഇടയ്ക്ക് നമ്മൾ ഓരോ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വരണ്ട് വരുന്ന ഒരു പരുവുണ്ടല്ലോ, പരിപ്പ് പായസത്തിന് പരിപ്പ് നന്നായിട്ട് വരണ്ട് വരുമ്പോൾ ആ ശർക്കരയിൽ ചേർന്ന് വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് വരട്ടിയെടുക്കാവുള്ളൂ. ഒരുപാട് ഫ്ലെയിം കൂട്ടി ഇട്ട് ചെയ്താൽ അടിക്ക് പിടിക്കാനും ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ ഇടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത്തിരി വലിയ തവി തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ശർക്കര ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് അത് കയ്യിലൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വലിയ തവി തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് എടുക്കും അതൊന്ന് പ്രോസസ്സ് അതൊന്ന് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലോട്ട് എത്താനായിട്ട്. ഓരോ സ്പൂൺ നെയ്യും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർക്കുമ്പോഴാണ് അത് അടിക്കും പിടിക്കില്ല. ആ പരിപ്പും നെയ്യും ശർക്കരയും എല്ലാം ആയിട്ട് ആ മിക്സ് ആകുമ്പോഴാണ് കറക്റ്റ് വരണ്ട് വന്ന് റിയൽ ടേസ്റ്റ് വരുന്നത്. ഇപ്പം കാണുമ്പോൾ മനസ്സിലാവും വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വറ്റി വരുമ്പോഴാണ്, വെള്ളത്തിൻ്റെ ആ പരുവം നന്നായിട്ട് വറ്റി വരുമ്പോഴാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ എല്ലാവരും തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. പക്ഷെ ഞാൻ മുമ്പ് അടപ്രഥമൻ ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ തേങ്ങാപ്പാൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇവിടെ ഡബിൾ ക്രീം മിൽക്ക് കിട്ടും. ഡബിൾ ക്രീം മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ്, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുന്നതിലും എളുപ്പവും ഉണ്ട്, നമുക്ക് ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും വരില്ല. അതുകൊണ്ട് ഞാനിവിടെ ഡബിൾ ക്രീം മിൽക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പരിപ്പ് പായസത്തിനും യൂസ് ചെയ്യുന്നത്. ഇപ്പം കണ്ടോ, അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഓൾറെഡി കാച്ചി വെച്ചേക്കുന്ന പാല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഇതിലിപ്പോൾ ഞാൻ 250 ഗ്രാമാണല്ലോ ചെറുപയർ പരിപ്പ് എടുത്തേക്കുന്നത്. ഏകദേശം 1.5 ലിറ്ററിന് 2 ലിറ്ററിനിടയ്ക്ക് പാല് ചേർക്കേണ്ടി വരും കേട്ടോ. എന്നുവെച്ചാൽ പരിപ്പ് ഇരിക്കും തോറും കുറുകിയാണ് വരുന്നത്. നമുക്ക് എത്രയാണ് കൺസിസ്റ്റൻസി, ഒത്തിരി അങ്ങ് ലൂസും ആവരുത് പരിപ്പ് പായസം. ഇന്ന് അതിനൊരു തിക്ക് കൺസിസ്റ്റൻസി ഉണ്ട്, ആ രീതിയിലാണ് എടുക്കുന്നത്. എനിക്ക് ഏകദേശം 2 ലിറ്ററോളം പാല് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. വെള്ളമൊന്നും തൊടാതെ ഡബിൾ ക്രീം മിൽക്ക് തന്നെയാണ് ഞാൻ ഫുൾ യൂസ് ചെയ്തേക്കുന്നത്. അതായത് വെള്ളം ചേർക്കാതെ കാച്ചി വെച്ചേക്കുന്ന പാലാണ്. ഡബിൾ ക്രീം മിൽക്ക്, കൗസ് മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ശുദ്ധമായ പശുപാൽ തന്നെയാണ്, ഡബിൾ ക്രീം ആണെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പാല് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ചുക്ക്, ഏലക്ക, ജീരകം ഈ 3 പൊടികളും ചേർത്ത് കൊടുക്കാം. ഓരോ ടീസ്പൂൺ വെച്ച് ഞാൻ ചുക്കും ഏലക്കയും ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മസ്റ്റാണ് കേട്ടോ. പരിപ്പ് പായസത്തിനായാലും പ്രഥമൻ പോലുള്ള എല്ലാ പായസങ്ങൾക്കും ഈ 3 പൊടികൾ ചേർക്കേണ്ടത് മസ്റ്റാണ്. എന്നാലേ ആ പായസത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ബാക്കി വെച്ചിരിക്കുന്ന പാലും കൂടെ നമ്മൾ നേരത്തെ കാച്ചി വെച്ചേക്കുന്ന ആ പാലും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. 2 ലിറ്റർ പാല് ഞാൻ ഏകദേശം ഇതിന് ചേർത്തിട്ടുണ്ട്.
ആദ്യം ഞാൻ പകുതി പാലേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞാണ് പൊടികളെല്ലാം ചേർത്തത്. അതിനുശേഷം ബാക്കി പകുതി പാലും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് പായസത്തിൻ്റെ അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ടാണ് നമുക്ക് ഫൈനൽ പ്രോസസ്സ്. നമ്മുടെ കടുക് വറ എന്ന് പറയുന്ന പോലെ ഇനി തേങ്ങാക്കൊത്തും നട്ട്സും കിസ്മിസും ഒക്കെ വറുത്തിടണ്ടേ, എന്നാലല്ലേ നമ്മുടെ പായസം പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് പോകാം. പായസം ഇപ്പം കറക്റ്റായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതങ്ങ് ഭയങ്കരമായിട്ട് കുറുകിപ്പോവും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെക്കുകയാണ്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ആദ്യം വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് ചെറുതായിട്ട് ബ്രൗണായി വരുമ്പോഴത്തേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സും ബ്രൗണായി വരുമ്പോഴത്തേക്ക് കിസ്മിസും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നട്ട്സും തേങ്ങാക്കൊത്തും കിസ്മിസും എല്ലാം ചേർത്ത് നല്ല കറക്റ്റായിട്ട് ബ്രൗൺ കളറിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മുടെ പരിപ്പ് പായസത്തിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് കുടിക്കാനുള്ള ഒരു കൊതി വരുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ അടിപൊളി പ്രഥമൻ, ഇവിടെ പരിപ്പ് പായസം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി അല്ലേ ഉണ്ടാക്കാൻ. ഇനി ആരും സദ്യ സ്പെഷ്യൽ പരിപ്പ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് മടിച്ചിരിക്കണ്ട. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും വരുന്ന ഫെസ്റ്റിവൽസിനൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോസ് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരെ ഉടനെ തന്നെ ലൈക്ക് ചെയ്തോളൂ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.